ഹലോ എവ്രി വൺ, എൻ്റെ പേര് റീനയാണ്. നിങ്ങൾ പലവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, പല യൂട്യൂബ് ചാനൽസിൽ വന്നിട്ടുണ്ട്. ടോപ്പിക്ക് സംസാരിച്ചിരിക്കുന്ന ഇസ് മൈൻഡ് റീഡിങ്, തലച്ചോർ പഠനം എന്ന് റിലേറ്റ് ചെയ്ത ടോപ്പിക്സാണ് വന്നിരിക്കുന്നത്. ഇന്നും ഈ ചൂഷണം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ബ്രെയിൻ ഡേറ്റ തെഫ്റ്റ്, ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് എൻ്റെ മേത്തും എൻ്റെ ഫാമിലിയുടെ മേളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ചൂഷണം, ഗ്യാങ് സ്റ്റോക്കിംഗ്, വിക്ടിം ഗ്യാങ് സ്റ്റോക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഇന്നും ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ പിന്തുടരുന്നുണ്ട്. ദയവായി നിങ്ങൾ ആൾക്കാർ മനസ്സിലാക്കണം, ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ അല്ല. ഇത് ശരിക്കും ആൾക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ആൾക്കാരെ വട്ടുപിടിപ്പിക്കാനുള്ള ശ്രമം. കാരണം അവർ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് അവർക്കത് മറച്ചു വെക്കണം. ഒത്തിരി ക്രൈംസ് ഇവർ ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗ്യാങ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന ക്രൈംസിൻ്റെ എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹറാസ്മെൻറ്റ്, പിന്തുടരുക, അതായത് സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന പിന്നെ ഒരു ക്രിമിനൽ കുറ്റമാണ്. സൈബർ ക്രൈം അതൊരു ക്രിമിനൽ കുറ്റമാണ്. ആൾക്കാരെ ഡീഫെയിം ചെയ്യുക, അതായത് അവരെക്കുറിച്ച് അനാവശ്യം പറയുക, അവരെ താഴ്ത്തി സംസാരിക്കുക, സൊസൈറ്റിയിൽ നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മളെക്കുറിച്ച് അനാവശ്യം ആൾക്കാരോട് പറയുക, ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്ത് നമ്മളെ ഹറാസ് ചെയ്യുക, ഡിസ്റ്റർബ് ചെയ്യുക, നമ്മളെ വഴിയിൽ തടയുക, ഇറ്റ് ഈസ് എ ക്രൈം. വണ്ടി കൊണ്ട് നമ്മളെ തട്ടാൻ ശ്രമിക്കുക, ദാറ്റ് ഈസ് അനദർ ക്രൈം. ഇറ്റ് ഈസ് ഓൾ ഔട്ട് ഓഫ് എന്ന് പറയുക, ഇതൊന്നും നിയമപരമായിട്ട് ആർക്കും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഗ്യാങ് സ്റ്റോക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്നത്. ഇവർ സ്വയം പറഞ്ഞ് നടക്കുന്ന, ഇവർ പോലീസാണ്, പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ, ഇൻ്റർപോൾ, റോ, FBI, CI, പല ഐഡിയുടെ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഉപയോഗിച്ചൊക്കെയാണ് ഇവർ ചെയ്യുന്ന ക്രൈംസ്. ഇവരുടെ കയ്യിൽ IDs ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ദൈവത്തിന് അറിയാം. ഉള്ള IDകൾ ഒറിജിനലോ ഫേക്കോ, ഗോഡ് നോസ് വാട്ട് ദേ ആർ ഡൂയിങ്. ദയവായി മനസ്സിലാക്കുക, ഇതൊരു ഇൻ്റർനാഷണൽ ക്രിമിനൽ പ്രോഗ്രാമാണ്. നിങ്ങൾ ഒന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ മതി. ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസ്, അതായത് എന്നെ പോലുള്ള വിക്ടിംസിൻ്റെ പേരാണ് ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസ്. ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നമ്മൾ വിക്ടിംസാണ്. ഗ്യാങ് സ്റ്റോക്കിംഗ്, GANG സ്റ്റോക്കിംഗ്, പിന്തുടരുന്നത്. ഗ്യാങ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന ക്രൈം ആക്ടിവിറ്റി നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും വേറെ പല സൈറ്റ്സ്, ക്യൂറ സൈറ്റിലും യൂട്യൂബിലും എല്ലാം ഇതിനെക്കുറിച്ച് ലാവിഷായിട്ട് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം ഇത് ആൾക്കാരോട് പറയുമ്പോൾ പിന്നെയും ഒരു വിക്ടിം വട്ടാണ് എന്ന് പറഞ്ഞ് ഇതൊക്കെ 50-ാം നൂറ്റാണ്ടിലെ സ്റ്റൈലാണ്. ഈ പറയുന്ന ഈ ചില ആൾക്കാർക്കുണ്ടല്ലോ, ഒരു പഠിപ്പില്ലാതെ ഒന്നും ഒരു ബുദ്ധിയും ബോധം ഇല്ലാത്ത ആൾക്കാർ സംസാരിക്കുന്ന രീതിയാണത്. ഈ കാലത്ത് നമുക്ക് ഇത്രയും പഠിപ്പുണ്ട്, ഇത്രയും വിവരമുണ്ട്, ഇത്രയും മീഡിയ കവറേജ് ഉണ്ട്, ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരാൾ ഇത്രയും ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഉടനെ അവർക്ക് എന്തോ കുഴപ്പമാണെന്ന് ഈ ക്രിമിനൽസ് എങ്ങനെയും സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അവർ എൻ്റെ അയൽവാസിയിലെ ആൾക്കാരെ ഉപയോഗിക്കും, എൻ്റെ നെയ്ബേഴ്സിനെ യൂട്ടിലൈസ് ചെയ്ത് എന്നെ ഹറാസ് ചെയ്യും, ഇവരുടെ വീടുകൾ യൂട്ടിലൈസ് ചെയ്ത് ഒരു ഹൈഡ് ഔട്ടായിട്ട് യൂസ് ചെയ്ത് എന്നെ ചൂഷണം ചെയ്യുക. അതായത് ഞാൻ മുറ്റത്തോടെ നടക്കുമ്പോൾ എന്നെക്കുറിച്ച് അനാവശ്യം പറയുക, കുത്തുവാക്ക് പറയുക. ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇരുന്ന് നമ്മളൊരു റണ്ണിങ് കമൻട്രി പറയുന്ന പോലെ നമ്മളെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓ, അവൾ ഉടുത്തിരിക്കുന്ന വേഷം കണ്ടില്ലേ, ഓ ഇന്ന് ഇങ്ങനെയാണോ നിൽക്കുന്നത്, ഓ ഇവക്ക് വേറെ ഒന്നും പണിയില്ലേ, ഓ അവൾ ആ അപ്പനെ ഭക്ഷണം കൊടുത്തത് വൈകിപ്പോയി. ഇങ്ങനെ 24 മണിക്കൂറും നമ്മുടെ ആ മുറ്റത്തെ പരിസരത്തോട് നിന്നാണെങ്കിൽ അവരെന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ദിസ് ഇസ് സൈക്കോളജിക്കൽ ഹറാസ്മെൻ്റ് ആണ് അതിന് പറയുന്നത് സൈക്കോളജിക്കൽ ഹറാസ്മെൻറ്റ്, നെയ്ബേഴ്സ് ഹറാസ്മെൻറ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. ഇറ്റ് ഈസ് എ ക്രൈം ടു ഡു ദാറ്റ്. ആർക്കും അത് ചെയ്യാൻ അനുവാദമില്ല. ഇവർ സ്വയം പോലീസാണ്, ഇൻവെസ്റ്റിഗേഷനാണ്, എന്തോ ക്രൈം, ഞാൻ ഭയങ്കര ക്രിമിനൽ കുറ്റകാരി എന്ന് സ്വയം പറഞ്ഞ് സ്ഥാപിച്ചിരിക്കുകയാണ്. ലെറ്റ് മീ ക്ലിയർലി ടെൽ യു, ഞാനൊരു ക്രിമിനൽ അല്ല. ഞാൻ ഓസ്ട്രേലിയയിൽ ഗവൺമെൻറ് ജോലി ചെയ്ത ഒരാളാണ്. കോമൺവെൽത്ത് ബാങ്ക് ടീം ലീഡറായിട്ട് ജോലി ചെയ്തതാണ്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ, COVID-19 സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരു ക്രിമിനൽ ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് ഒരു കാരണവശാലും ഗവൺമെൻറ്റിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ ഒരു ക്രൈം ഹിസ്റ്ററി ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ആ കൺട്രിയിൽ നിന്ന്, ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുന്ന് ഇങ്ങോട്ട് എന്നെ പറഞ്ഞു വിടത്തുമില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ആസ് പെർ ലോ പോലീസ് ഒഫീഷ്യൽസ് ഡയറക്റ്റ് വന്ന് ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ ഇൻവെസ്റ്റിഗേഷൻ നേരിട്ട് വന്ന് അവർ എൻക്വയറി ചെയ്യും, സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേഷനിലോട്ട് വരാൻ പറയും, അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് കോൺടാക്റ്റ്, അങ്ങനെയാണ് ചെയ്യുന്നത്. സോ പ്ലീസ്, നിയമം എന്താണെന്ന് മനസ്സിലാക്കുക. നിയമം എങ്ങനെയാണ്, രീതി എന്താണ് പോലീസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒഫീഷ്യൽ നിങ്ങളോട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് ഒരാളിനെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയാൽ, നിങ്ങൾക്ക് കാശോ കള്ളോ കഞ്ചാവോ എന്തെങ്കിലും അങ്ങനെ തന്ന് നിങ്ങളുടെ കയ്യിലാക്കാൻ ശ്രമിച്ചാൽ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇത് ക്രിമിനൽസാണ്, ദേ ആർ നോട്ട് ഒഫീഷ്യൽസ്. അവർ കള്ള IDകൾ, ഫേക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ദേ ആർ നോട്ട്
ഒഫീഷ്യൽസ്. ഓക്കെ, അവരുടെ 20s 20-ലും 30-ൻ്റെ ഇടയിലൊക്കെ ആൾക്കാരാണ് അവർ ഇതിനകത്തേക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കി, നിങ്ങളുടെ മക്കൾ ഈ പ്രായത്തിലുള്ളവരല്ലേ, അവർക്ക് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്റർപോളും റോയൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നവരായിരിക്കുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്ര വർഷത്തിൻ്റെ ഹാർഡ് വർക്കാണ് ഒരു ഓഫീസർ ആകാന്ന് വെച്ചാൽ ഇറ്റ് ടേക്സ് ഇയേഴ്സ്. ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് വർക്ക്. 20s ഇരിക്കുന്ന 20, 22, 25 വയസ്സ് വരെ ഉള്ള ആൾക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും, അവർ പോലീസാണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നത് സ്വയം അനൗൺസ് ചെയ്ത് നടന്ന് ആൾക്കാരെ പിന്തുടരുന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് ഒഫീഷ്യൽസിന് ചെയ്യാൻ അധികാരം ഇല്ല ആസ് പെർ ലോ. ഞാൻ പറയും, നിങ്ങൾക്ക് വിശ്വസിച്ചിരിക്കും, നിങ്ങൾ സ്വയം ഒരു വക്കീലിനെ നേരിട്ട് കണ്ട് ചോദിക്കുക, സാറേ ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ അനുവാദമുണ്ടോ? അത് 1-2 ദിവസമല്ല, ഐ ബീൻ 2.5 വർഷത്തിൽ കൂടുതൽ അനുഭവിക്കുന്ന ചൂഷണമാണ് ഇത്. ജസ്റ്റ് ഇൻ ഇന്ത്യ. ഇത് ഓസ്ട്രേലിയയിലും നടന്നിട്ടുണ്ട്. അവിടെ സഹിക്കാൻ മേലെ അത് വന്നിട്ട് ഇവിടെ വന്നപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഇൻ്റർനാഷണൽ ക്രൈമാണ്. ഓരോ പ്രാവശ്യം ബോർഡർ ക്രോസ് ചെയ്താൽ പോലും അവർ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ച് അവർ ഇൻഫോം ചെയ്ത് ഈ സെയിം ക്രിമിനൽ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എന്നെ വിളിക്കുന്ന ഒത്തിരി വിക്ടിംസ് ഉണ്ട്. പലവരും വിളിച്ച് സഹായം ചോദിക്കുന്നുണ്ട്. അവർ ഇമെയിൽസ് അയച്ച് അവർ കംപ്ലയിൻറ്റ് പറയുന്നു, വാട്സാപ്പ് അയച്ച് കോൾ ചെയ്യുന്നു, പലതും നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളാരും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു ആക്ഷൻ എടുക്കുന്നില്ല. നിങ്ങൾ ഓരോ ആളും സ്വയം ഒന്ന് മുന്നോട്ട് വരുന്നില്ല. ഒരു മീഡിയയിലോട്ട് സംസാരിക്കാൻ നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കാണിക്കുന്നില്ല. എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അവരുടെ ഇമേജ്, അവരുടെ ജോലി, അവരുടെ ഫാമിലി, ഇത് തന്നെ പറഞ്ഞ് ഇങ്ങനെ ഒളിവിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറയില്ലേ. ക്രിമിനൽസ് ഒരു സൈഡിൽ ഓരോരുത്തരുടെ വീട്ടിൽ ഒളിഞ്ഞിരുന്ന് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എന്ത് സൊല്യൂഷൻ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു സൊല്യൂഷൻ അല്ല. ഈ ക്രിമിനൽസ് എന്ന് പറയുന്നത് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകമാണിത്. ദിസ് ഈസ് ദിയർ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. നമ്മൾ ഈ രാവിലെ പേരൻസ് നിങ്ങളൊക്കെ ഓരോരുത്തരെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു പ്രോപ്പർ ഒരു ജോലി എടുക്കാൻ വേണ്ടിയിട്ടാണ്. മിക്ക ഭാര്യമാർക്കും എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലാക്കിയിടത്തോളം, ഈ സ്റ്റോക്കേഴ്സ് ചെയ്യുന്ന ജോലി എന്താണെന്ന് മിക്ക സ്ത്രീകൾക്ക് അറിയത്തില്ല. അവരുടെ വിചാരം അവരുടെ ഭർത്താവ് എന്തോ വലിയ കമ്പനി ജോലി ചെയ്യുന്നു, IT ഇങ്ങനെ ഇറങ്ങി പോകുന്നു, അവർ പണിയെടുക്കുന്നു. ഒരു കുന്തോ ഇല്ല. പ്ലീസ് ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, മനസ്സിലാക്കുക. മേക്ക് ഷുവർ നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനത്തെ ക്രൈംസിൽ കൂടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. മിക്കവരും ഇങ്ങനത്തെ ക്രൈംസിലാണ്. ഞാൻ കൊച്ചിയിൽ ശ്രദ്ധിച്ച ലാർജ് എമൗണ്ട് ഓഫ് പോർഷൻ ഓഫ് പീപ്പിൾ വർക്കിംഗ് ഫ്രം ഹോം എന്ന് പറയുന്നവർ ഈ ജോലിയാണ് എടുക്കുന്നത്. അപ്പോൾ വാടകയ്ക്ക് നിങ്ങൾ വീടുകൾ കൊടുക്കണമെങ്കിൽ ശ്രദ്ധിച്ചു കൊടുക്കണം. മേക്ക് ഷുവർ ദേ ആർ നോട്ട് ക്രിമിനൽസ്. പിന്നെ നിങ്ങൾ ജോലി എന്ന് പറയുന്ന നിങ്ങളുടെ ഹസ്ബൻഡ്സ് എന്നൊക്കെ പോകുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് നിങ്ങളും കുറച്ചും കൂടെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. പ്ലീസ് മേക്ക് ഷുവർ. കാരണം ഇത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഇത് നിയമപരമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് ID അവരുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ID വെച്ചുകൊണ്ട് ഇതാർക്കും ചെയ്യാൻ അനുവാദമില്ല. ഇറ്റ് ഈസ് എ ക്രൈം. 101% ഇതൊരു ക്രൈമാണ്. ഒരാളിനെ പിന്തുടരുന്ന, അവരെ ശല്യപ്പെടുത്തുകൊണ്ടിരിക്കുക. ജോലിക്ക് പോകാൻ പോലും സമ്മതിക്കത്തില്ല, കടകളിൽ പോകാൻ പറ്റില്ല. വി കാൺട്ട് ഹാവ് എ നോർമൽ ലൈഫ്. നമ്മുടെ ലൈഫിൽ തന്നെ അവർ സ്പോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ജനങ്ങൾ നിയമം മനസ്സിലാക്കുക, ദൈവത്തെ ഓർത്ത് നിയമം മനസ്സിലാക്കുക. നോബഡി ഓഫ് എനി അതോറിറ്റി, ആർക്കും ഇത് ചെയ്യാൻ അനുവാദമില്ല. ദിസ് ഈസ് അഗെൻസ്റ്റ് ദ ലോ. ഇത് മനുഷ്യാവകാശത്തിന് വയലേഷനാണ്. ദിസ് ഈസ് അഗെൻസ്റ്റ് ദ ഹ്യൂമൻ റൈറ്റ്സ്. ഇത് ആർക്കും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന ആരൊക്കെ ഇത് ക്രൈം ചെയ്യുന്നുണ്ടോ പ്ലീസ് മനസ്സിലാക്കണം. 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റങ്ങളാണിത്. സൈബർ ക്രൈം, ലെറ്റ് ഇറ്റ് ബി ഹറാസ്മെൻറ്റ് ഓർ ഗാങ് സ്റ്റോക്കിംഗ്, ഇത് 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു ക്രിമിനൽ കുറ്റങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം. അപ്പം ഈ ക്രിമിനൽസ്, സ്റ്റോക്കേഴ്സ് നിങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്യും, പല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ഇത് അക്സെപ്റ്റബിൾ ആണോ? നിങ്ങളെ ഒരാൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവരെന്തേലും പറയും, നിങ്ങൾ അങ്ങോട്ടൊന്നും നടന്ന് ഇങ്ങോട്ടൊന്നും നടന്ന് ആ സ്ത്രീയോട് അല്ലെങ്കിൽ മനുഷ്യനോട് എന്തെങ്കിലും ഈ വാക്കങ്ങ് പറയുക, ഞാൻ 100-500 നിങ്ങൾക്ക് തരാം, നിനക്കെന്താ, നീ പോയി ചെയ്യുമെന്ന് പറയും. അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. യു ആർ ഹറാസിങ് എ പേഴ്സൺ. നിങ്ങൾ ഇല്ലീഗലായിട്ട് കാശ് മേടിച്ച് ഒരാളിനെ ചൂഷണം ചെയ്യുന്ന ഒരു ക്രൈമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചെയ്തവരാരാണോ, ഈ ചെയ്യിപ്പിച്ചവർ, അവർ മുന്നിൽ നിൽക്കുന്നവരായിരിക്കും പെടുന്നത്. ബെയർ ദാറ്റ് ഇൻ മൈൻഡ്.